ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് വോൾട്ട്മീറ്റർ, ഇൻഡിക്കേറ്റർ ടൈപ്പ് വോൾട്ട്മീറ്റർ ആണ്. ഇതിൻ്റെ ലൈഫ് സ്പാന് വളരെ കുറവാണെന്ന് എൻ്റെ അനുഭവത്തിൽ തോന്നിയാണ്. പല കമ്പനികളുണ്ട്, ചിലതൊക്കെ പെട്ടെന്ന് ഡാമേജ് ആവുന്നത് കാണാം. ഒരു ചെറിയ സൂത്രപ്പണിയിലൂടെ നമുക്കിതിൻ്റെ ലൈഫ് എങ്ങനെ കൂട്ടാം എന്ന് നമുക്ക് നോക്കാം. അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇത് നമ്മളെപ്പോഴും ഓപ്പൺ ചെയ്യേണ്ടത്, ഇവിടെ 2 സോൾഡറിങ് കോണ്ടാക്റ്റ് ഉണ്ട്. അതിനെ പതുക്കെ അങ്ങ് ഇളക്കി മാറ്റുക. സോൾഡർ ചെയ്ത് ജസ്റ്റ് ഒന്ന് ഇളക്കുക, എന്നാൽ മാത്രമേ ഇത് ഇളകി വരത്തുള്ളൂ. ഓക്കെ, എന്നിട്ട് ഇത് പതുക്കെ തുറന്നിട്ട് ഇതിനെ പതുക്കെ മുകളിലോട്ട് വലിച്ചെടുക്കാൻ പറ്റും. ഇതാണ് ഈ വോൾട്ട്മീറ്ററിനകത്തുള്ള സംഭവങ്ങൾ. അപ്പോൾ ഇതിലൊരു പോളിസ്റ്റർ കപ്പാസിറ്റർ യൂസ് ചെയ്തിട്ടാണ് ഈ IC-ക്കുള്ള സപ്ലൈ നമ്മളിവിടെ നിന്ന് എടുക്കുന്നത്. ഈ പോളിസ്റ്റർ കപ്പാസിറ്റർ വഴിയാണ് ഒരു 5 വോൾട്ട്, 3 വോൾട്ടോ 5 വോൾട്ടോ നമുക്കിതിനകത്ത് എടുക്കുന്നത്. ഓക്കെ, അതുപോലെ ഈ റെസിസ്റ്റർ വഴിയിട്ടാണ് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള റെഫറൻസ് വോൾട്ടേജ്, എത്ര വോൾട്ടേജാണ് നമുക്ക് ലൈനിലുള്ളതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്യൂസബിൾ റെസിസ്റ്റർ, ഒരു 2.2 ഓമിൻ്റെ ഫ്യൂസിന് പകരം ഉപയോഗിച്ചിട്ടുള്ള റെസിസ്റ്റൻസാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നിലവിൽ വാങ്ങുമ്പോൾ ഇവിടുത്തെ സോൾഡറിങ് ഒന്നും കറക്റ്റ് ആയിരിക്കത്തില്ല. അപ്പോൾ നമ്മളതൊന്ന് ജസ്റ്റ് ഒന്ന് തറ വീഴുന്നാൽ പോലും ഇത് ഇളകിപ്പോവും. അപ്പോൾ നമ്മൾ വാങ്ങി നമ്മുടെ ലോങ് ലൈഫിന് വേണ്ടിയിട്ടാണെങ്കിൽ ജസ്റ്റ് ഈ ചെറിയ പോയിൻറ്റുകളൊക്കെ ഒന്ന് സോൾഡർ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് മെയിനായിട്ട് കംപ്ലൈൻറ്റ് വരുന്നതാണ് ഈ പോയിൻറ്റുകളൊക്കെ കറക്റ്റ് ജസ്റ്റ് ചെറിയ സോൾഡറിങ്ങേ ഉണ്ടാകത്തുള്ളൂ. ഒന്ന് തറയിൽ വീഴുന്നതോ ഒരു തട്ട് പറ്റുകയോ കുറച്ച് ദിവസം ഉപയോഗിക്കുമ്പോഴും ഈ സോൾഡറിങ് ലൂസ് കോണ്ടാക്റ്റ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഡിഫക്റ്റ് ആവും. അപ്പോൾ അതുപോലെ ഇവിടെ നമ്മൾ ഇതേപോലെ ഒരു 5 വോൾട്ട് ഹാഫ് വാട്ടിൻ്റെ സെനർ ഡയോഡ് വാങ്ങി ഈ പോയിൻറ്റുകളിൽ നമ്മൾ സോൾഡർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓവർ വോൾട്ടേജ് ഒന്നും ഈ ബോർഡിലേക്ക് വരത്തില്ല. ഇത് കപ്പാസിറ്റർ പവർ സപ്ലൈ ആയതുകൊണ്ട് തന്നെ ലൈനിൽ വരുന്ന വോൾട്ടേജ് ഫ്ലക്ച്വേഷൻസ് ഇതിനെ അഫക്റ്റ് ചെയ്യും. കറക്റ്റ് വോൾട്ടേജ് ആയിരിക്കത്തില്ല വരുന്നത്. ഫ്രീക്വൻസിയിലൊക്കെ വ്യത്യാസം വരുന്ന സമയത്ത് വോൾട്ടേജ് കൂടുതലായിട്ട് ഈ ബോർഡിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ബോർഡിലൊരു കൺട്രോളറുണ്ട്, ആ ഒറ്റ IC-യേ ഉള്ളൂ. അത് വളരെ സെൻസിറ്റീവാണ്. ഒരു പർട്ടിക്കുലർ വോൾട്ടേജിന് മുകളിൽ വന്നു കഴിഞ്ഞാൽ IC അടിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുപയോഗിക്കുന്ന പവർ സപ്ലൈയിൽ നമ്മളൊരു സെനർ ഡയോഡ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ ചെയ്ത് വെച്ചേക്കുന്നതാണ് ഇൻഡസ്ട്രിയിൽ വയ്ക്കാൻ വേണ്ടിയിട്ട്. ഇതേ രീതിയിൽ ഈ കപ്പാസിറ്ററിന് പാരലായിട്ട് ഒരു 5 വോൾട്ടിൻ്റെ സെനർ ഡയോഡ് കൂടി കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ഓവർ വോൾട്ടേജ് വന്നാലും ഇവിടെ 5 വോൾട്ട് മാത്രമേ വരത്തുള്ളൂ. അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ നമുക്കിതിന് അപ്ലൈ ചെയ്യാൻ കഴിയും. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 2 വർഷം കൊണ്ട് ഉപയോഗിക്കുന്നു. ഈ ഒരു രീതിയിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇതുവരെ എനിക്കൊരു ഫോൾട്ട് വന്നിട്ടില്ല. പക്ഷേ ഇത് ഉപയോഗിക്കാതെ വെച്ച പല സ്ഥലത്തും ഫോൾട്ട് വന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ ചെയ്യുന്ന വർക്കുകളിലെല്ലാം അഡീഷണലായിട്ട് ഈ ഒരു സെറ്റിംഗ് കൂടി ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അങ്ങനെയുള്ള സംഭവങ്ങളിലൊന്നും കംപ്ലൈൻറ്റ് വന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇതൊരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചെറിയൊരു 5 മിനിറ്റ് ഇതിനു വേണ്ടി മെനക്കെട്ട് കഴിഞ്ഞാൽ ഇതിന് ലോങ് ലൈഫ് കിട്ടും. വലിയ വിലയൊന്നുമില്ല, എന്നാലും നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് വർഷങ്ങളോളം ഉപയോഗിക്കാനായിട്ട് കഴിയും. 1 രൂപയോ 2 രൂപയുടെ ചിലവ് മാത്രമേ നമുക്ക് അഡീഷണലായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ലോങ് ലൈഫ് നമുക്ക് വർക്ക് ചെയ്യും. ഓവർ വോൾട്ടേജ് ഒന്നും വലിയ പ്രശ്നം ഉണ്ടാകത്തില്ല. എല്ലാവരും ശ്രമിച്ചു നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.